2000-ലാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിൽ 40 പേരിൽ ഭാഗ്യത്തിന് 2 പേർക്ക് നിന്റെ ചെലവാണ് അത് ഈ ക്ലോസിൽ നമുക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് ശരിക്കും ജീത്തുവിനെ കൊണ്ടിരുത്തിയാണ് എന്റെ റിയാക്ഷൻ. അദ്ദേഹം ചോദിച്ചത് അനൂപ് മേനോന് വേണ്ടിയിട്ടാണ്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സൂത്രധാരൻ ഒന്ന് നമ്മുടെ സുരേഷ് കൃഷ്ണ, മേജർ രവി, പിന്നെ സന്ദീപ് സേനൻ. ഇവര് 3 പേരുമാണ് ഇതിന്റെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. എടാ അവിടെ പക്ഷെ നാളെ മാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഷെഡ്യൂൾ ബ്രേക്കാ. പിന്നെ നിനക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി. ഇവിടത്തെ സീൻ ഞാൻ മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉദയേട്ടനാണ് അത് ഹെൽപ്പ് ചെയ്യണത്. ഫുൾ തിരക്ക് ചെയ്യണെങ്കില് ഞാൻ ശരിക്കും അതിന്റെ ഇടയിൽ കൂടെ ആ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഹണി റോസിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ ഫിലിം അവാർഡ്സ് കാരണം ആ റോഡ് മുഴുവൻ ബ്ലോക്കാ. അപ്പോ മുഖ്യമന്ത്രി എത്തിയാലുടൻ തന്നെ കൊടുക്കണമല്ലോ, അവാർഡ് കൊടുത്തിട്ട് പോണ്ടേ. അപ്പൊ ഇതുണ്ട്. അപ്പൊ അവിടുന്ന് എവിടെയാണ് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നമുക്ക് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് എന്ന് പറഞ്ഞ് ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു, അശ്വതി കാര്യം ചെയ്യും, അശ്വതി പതുക്കെ വന്നാൽ ഞാൻ ആ കോട്ട് നോക്കിയിട്ട് ഓടി പോയി ചെന്നിട്ട് ചെയ്യണത്. ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ജിദ്ദയില് ദിലീപന്റെ കൂടെ ഒരു ഷോ ചെയ്തിട്ടാണ് വന്നിട്ടൊരു 4-5 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടായത്. ഞാനിത് ആയെന്ന് അറിഞ്ഞ ഉടനെ എനിക്ക് രാത്രി എനിക്കൊരു കോൾ വരണം ദിലീപേട്ടന്. ദിലീപേട്ടൻ എന്നിട്ട് പറഞ്ഞു പുള്ളി ഒരു ഡോക്ടറെ വിട്ടു അവിടെ നിന്ന്. എന്നിട്ട് പുള്ളി വന്ന് നോക്കി ഇതൊക്കെ ചെയ്തു. എന്നിട്ട് പറയായിരുന്നു, അതായത് പറഞ്ഞു നിനക്ക് ഇതാവണ്ട, എന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. ഫുൾ ടൈം ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പുള്ളി തന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് എത്ര നാള് കിട്ടും നമുക്ക് പറഞ്ഞൂടല്ലോ. ഉള്ള സമയത്ത് മാക്സിമം എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇന്നസെന്റ് ഏട്ടനാണ് ഒരു കാരണക്കാരൻ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ആണ്. ടു ബി ഫ്രാങ്ക്ലി ആസ് ആൻ ആങ്കർ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ആങ്കറും കൂടിയാണ്. ഞാൻ മറ്റൊരു ഇൻട്രൊഡക്ഷനും കൊടുക്കാതെ തന്നെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഏവരെയും നിങ്ങളുടെ സ്വന്തം മിഥുൻ ചേട്ടൻ. നമസ്കാരം ചേട്ടാ. കാരണം ഞാൻ അത് വലിച്ചു കയറ്റി പറയേണ്ട ആവശ്യമില്ല, മനസ്സിലുള്ളത് മാത്രം. കാരണം ഞാനും എന്താ പറയുക ഒരു സ്റ്റേജ് ഹോസ്റ്റിലൂടെയാണ് എൻ്റെ കരിയറും സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചേട്ടൻ്റെ ഒരു വളർച്ച, ചേട്ടൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എന്താ പറയാ, ടൈമിൽ എന്താണോ കിട്ടുന്നത് അതെല്ലാം ചെയ്യുക എന്നൊരു പേഴ്സണാലിറ്റിയാണ് ചേട്ടന്. എങ്ങനെ ഇത്ര സമയം കിട്ടുന്നു എന്ന് മാത്രം. അല്ല ഇത് ഭയങ്കര ഇതല്ലേ ശരിക്കും പറഞ്ഞാൽ. കെന്നെ ഇപ്പൊ പറഞ്ഞു തന്നെയാണ്. കെന്നെ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേജില് ഹോസ്റ്റ് ചെയ്യുന്നു, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മീഡിയയില് നമുക്ക് വരാൻ സാധിക്കുന്നു, ടെലിവിഷനിലൂടെ ആൾക്കാർ നമ്മളെ കാണുന്നു. ഇതൊക്കെ നമ്മൾ സ്വപ്നം കണ്ട് തന്നെയാണല്ലോ വന്നത്. അപ്പൊ ഇത് എത്ര നാള് കിട്ടും നമുക്ക് പറഞ്ഞൂടല്ലോ. ഉള്ള സമയത്ത് മാക്സിമം എൻജോയ് ചെയ്ത് പോകുന്നത് എനിക്ക് തോന്നുന്നു പവർ ഓഫ് ടാലന്റിന്റെ ഒരു ഉദാഹരണമാണ് ചേട്ടൻ. എന്ന് വെച്ചാൽ ഇല്ലാത്ത കഴിവുകളൊന്നും ഇല്ല. ശ്രമിച്ചു നോക്കാണ് ഇപ്പോഴും ഒന്നിലും അങ്ങോട്ട്. ഇതാണ് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്ന് പറയില്ലേ, അതാണ്. ഒന്നും നിന്നില്ലെങ്കിലും വേറെ എങ്ങനെയും ജീവിക്കുക എന്നുള്ള തുവൽക്കൊട്ടാരത്തിലെ ജയറാമാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരൊക്കെ പറയുന്നത് ചേട്ടനെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ടെലിവിഷനിൽ വന്നാലും ചേട്ടന്റെ ഒരു പ്രസരിപ്പ്, ഒരു ഉത്സാഹം, ആ ചാടിച്ചടിയുള്ള നൃത്തം എല്ലാം പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് എല്ലാ ഏജ് കാറ്റഗറി. ചിലവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടി വിയിൽ വന്നാൽ കുറച്ച് ഏജുകാർക്ക് ഒരു പർട്ടിക്കുലർ വ്യക്തിനെ ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കും. പക്ഷെ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ആയിക്കോട്ടെ, അമ്മച്ചിമാരായിക്കോട്ടെ, അപ്പച്ചമാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം. അതെ, കണ്ണിട്ടാതെ ഇരിക്കട്ടെ. ഈ സ്നേഹമൊക്കെ കൊണ്ടാണ് ഇങ്ങനെ അത് ഭാര്യയുടെയാണ്. ഭാര്യയുടെ സ്നേഹം കൂടുതലാണ്. ഭാര്യയുടെ ദുബായിലെ റെസ്റ്റോറന്റുകാരുടെയും സ്നേഹം കൂടുതൽ കൊണ്ടാണ്. ഇപ്പോഴായാലും ഞങ്ങള് പറയാണ്, ഇതിപ്പോ ഫ്ലവേഴ്സിന്റെ ഷൂട്ടിന് വേണ്ടി ഇനി ഇത് കഴിഞ്ഞിട്ട് പോണം. അപ്പൊ ഒരു ഡെഡിക്കേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇത്രയും ക്ഷീണം വേണമെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസസ് ചേട്ടനും പറയായിരുന്നു. ഇന്നലെ ഷൂട്ട് ഉണ്ടായിരുന്നു, ക്ഷീണാണ്, പക്ഷെ ഞങ്ങളുടെ കോളിന് റെസ്പോണ്ട് പറയാ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അപ്പുവാണ് ശരിക്കും. അത് ഞാൻ എപ്പോഴും ഈ വന്നു പോകുന്നത് ഈ പറഞ്ഞ പോലെ ടച്ച് ആൻഡ് ഗോ ആണ്. ഈ വന്നു കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാൽ പോകുന്നു. ഈ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഈ വൈകുന്നേരം ആയിരിക്കും മിക്കവാറും എല്ലാരും ഒന്ന് കാണുകയും ഇത് ചെയ്യുന്നത്. അപ്പൊ
മിക്കവാറും അപ്പം അപ്പു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തായാലും അപ്പൊ നമ്മൾ ഇത് വരും. ശരിക്കും നമ്മള് അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. പക്ഷെ എന്തായാലും നമ്മള് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കെനാ ഷോയില് ഇതിങ്ങനെ നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഒന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ വന്നു, എന്നാൽ ഇന്ന് ഞങ്ങൾ ഫ്രം ദ ബിഗിനിങ് ടു ഇപ്പോൾ ആസ് എ മിഥുൻ രമേശിനെ കുറിച്ചാണ് നമ്മൾ കെന്നാ ഷോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചേട്ടനെ കുറിച്ച് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തപ്പം 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഒരു അഭിനയമോഹം അല്ലെ CI രമേശ് DYSPയുടെ മോന് മനസ്സിൽ കയറി. അവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല അതെന്താന്ന് വെച്ചാല് എന്നെ ആ സമയത്ത് അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നു PC സോമനങ്ങൾ. PC സോമനങ്ങളില് ഒരു സീരീസ് ചെയ്തു, നമ്മുടെ ധർമ്മരാജ എന്ന് പറയുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് സിനിമയാക്കി. അതായത് നമ്മുടെ SLCക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബുക്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒരു സീരീസ് ആക്കിയിട്ടുള്ള ഒരു പരിപാടി. രാവിലെ ദൂരദർശന്റെ രാവിലെ 10 മണിക്കൊക്കെ കാണിക്കുന്ന പിള്ളേർ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അതിനകത്ത് ഈ ധർമ്മരാജയില് ഒരു ചെറുപ്പകാലം ചെയ്യേണ്ടതുണ്ട്. ആ ക്യാരക്ടറാണ് ഫസ്റ്റ് ചെയ്യണം. അപ്പൊ അപ്പോഴാണ് ഞാൻ ഈ സ്ക്രീനിൽ അഭിനയിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് വരെ ഞാൻ പറഞ്ഞത് ഈ 10 മണിക്ക്, അതും ശനിയാഴ്ച രാവിലെ 10 മണിക്കൊക്കെ ആരെങ്കിലും കാണുമെന്ന് പോലും അറിയാത്തൊരു സമയത്ത് ദൂരദർശനിൽ ഇത് കണ്ടിട്ട് വരെയും ആൾക്കാർ വന്ന് കണ്ട് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫാസിനേഷനാണ്. പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നൊരു ഈ ഓർമ്മവച്ച കാലം മുതൽ എന്ന് പറയാം, പിന്നെ ലാലേട്ടന്റെ കടുത്ത ആരാധകരുമാണ്. അപ്പം ഈ പറയുന്ന ലാലേട്ടനെ കാണുന്നതും ഏതാണ്ട് ആ കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു തച്ചോളി വർഗീസ് ശേഖറിന്റെ ഇത് കഴിഞ്ഞപ്പോ ലാലേട്ടൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പുള്ളി അതുവഴി പോകുമ്പോ അപ്പൊ അച്ഛൻ പരിചയമുണ്ട്. അപ്പൊ അത് അച്ഛൻ കൊണ്ട് ഇത് എന്റെ മകനാണ്, ഭയങ്കര ഫാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ മറ്റേ ഷോക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ എപ്പോഴും ഈ പുള്ളിയാണല്ലോ നമ്മളിങ്ങനെ കാണണം, ഇതുപോലെ ആവണം, എങ്ങനെയും ഇവിടെ എത്തണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. അവിടെ എത്തൂലായിരിക്കും, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് അത് തുടങ്ങിയത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ തുടക്കം. അവിടെ തൊട്ട് പിന്നെ ആഗ്രഹമാണ്, പിന്നെ ഉള്ളതെല്ലാം ചാൻസ് ചോദിക്കില്ലായിരുന്നു. ചാൻസ് ചോദിക്കുന്നത് പറഞ്ഞാല് എങ്ങനെ ഇതിൽ കേറാന്നുള്ളതാണ്. അത് ആ ഒരു ടൈമില് നമുക്ക് ഇങ്ങനത്തെ ഒരു മേഖലകളൊക്കെ വളർന്നു വരുന്നേലോ ഒരു ആങ്കറിങ്. നമുക്ക് ആ സമയത്ത് മീഡിയ എന്നും പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞു പോലും കൂടല്ലേ. ദൂരദർശൻ അല്ലാണ്ട് ഒരു ചാനൽ പോലും ഇല്ലാത്തൊരു കാലഘട്ടവും കൂടിയാണ്. നമുക്ക് അങ്ങനെ ആങ്കറിങ് എന്നൊന്നും പറയണത് പോലും അന്നൊരു വലിയ സംഭവമായിട്ടില്ല. നടന്മാരുണ്ടെങ്കിൽ നടന്മാർ തന്നെയാണ് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കയറി വരിക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ നാട്ടിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ ഒരു ഭയങ്കര അഡ്വന്റ് ഉണ്ടായി. ആ അഡ്വന്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആങ്കറിങ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത്. പല വലിയ കമ്പനികളുടെ ലോഞ്ചുകൾ കേരളത്തിൽ വരുമ്പോഴൊക്കെയായിരുന്നു നമ്മൾ ആങ്കറിങ് തുടങ്ങുന്നത്. മാറിവാനിയസ് കോളേജ് ഒരു വഴിത്തിരിവായിട്ടുണ്ട്. 100% ഒരു സ്റ്റേജ് ഫിയർ മാറ്റിയത്, ഒരു കോൺഫിഡന്റ് ഒക്കെ തന്നത് കോളേജിൽ നിന്നാണ്. ലോയൽ ആയിരിക്കും, സ്കൂളായിരിക്കും സ്റ്റേജ് ഫിയർ മാറ്റുന്നത്. പക്ഷെ ഈ പറയുന്നത് പോലെ എക്സ്പോഷർ എന്ന് പറയുന്ന സാധനം ലോയൽ ഒരു ICSE SLC രണ്ടും കൂടി ഉള്ള ഒരു സ്കൂളാണ്. അപ്പൊ നമുക്ക് ഒരു മറ്റേ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസൈഡ് ദ സ്കൂളേ ഉള്ളൂ, അല്ലാതെ വെളിയിലോട്ടുള്ളത് വളരെ കുറവാണ്. ലാ ഫെസ്റ്റ് ഒക്കെ വന്നത് നമ്മൾ ഇറങ്ങുന്ന സമയത്താണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇവാനിസ് ആണ് ഇങ്ങനെ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി, എത്രയോ ആൾക്കാരെ കാണാൻ, എത്രയോ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പോഷർ അല്ലേ. നമ്മൾ കാണുന്നതെല്ലാം പിന്നീട് വലിയ നടന്മാരായ ആൾക്കാർ ഉൾപ്പെടെ അവിടെ ഉണ്ടല്ലോ. ആരുടെയോ ഒരു റോളാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നിങ്ങൾക്ക് അറിയോ, നമ്മുടെ സ്റ്റാർ സിംഗർ ഒക്കെ പണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പ്രതാപേട്ടൻ അറിയാം. പ്രതാപ് എന്ന് പറഞ്ഞ പ്രതാപ് SJ ഭയങ്കര ഒരുപാട് ഷോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി മീഡിയ തന്നെ ഉണ്ട്, ഷോ പ്രൊഡ്യൂസറാണ്. അങ്ങനെ പുള്ളി ചെയ്യാൻ വെച്ചിരുന്ന ഒരു റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ റോള് അന്ന് ഇത് ചെയ്തിട്ട് ആ റോള് പുള്ളി ഇത് ചെയ്തിട്ട് അപ്പൊ ഞാൻ ഇത് ഓഡിഷൻ കഴിഞ്ഞപ്പോ ഞാൻ പ്രീ ഫസ്റ്റ് ഇയർ അല്ലേ. അപ്പൊ ഫസ്റ്റ് ഇയർക്കാർക്ക് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതായത് നിങ്ങൾക്ക് അടുത്ത വർഷം ഉണ്ടല്ലോ, അടുത്ത വർഷം ചെയ്യാം എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നമ്മൾ മറ്റേ ബെഞ്ചിരിക്കുന്ന കളിക്കാരുടെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ആരെങ്കിലും പോയാൽ ചിലപ്പോ കയറാം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് അടിച്ചു. അങ്ങനെ വന്നപ്പോ പുള്ളി ചേരുന്ന ക്യാരക്ടർ ജയ്മോഹൻ, നമ്മുടെ മനോരമയില് മറ്റേ ഇത് ചെയ്യുന്ന ജയ്മോഹനില്ലേ, മറ്റേ ഒരു ഓടിക്കോൾ നമ്മുടെ മറ്റേ ഒരു എന്നോട് പറയല്ലോ മറ്റേ ഒരു അല്ല സീരിയൽസ് അല്ല, നമ്മുടെ ന്യൂസില് മനോരമയിലെ ന്യൂസിൽ വരുന്ന ഒരു ജയ്മോഹനുണ്ട്. ജയ്മോഹനാണ് ആ ക്യാരക്ടർ ചെയ്തത്. ജയ്മോഹന് വെച്ചിരുന്ന ഒരു ക്യാരക്ടർ ഓൾമോസ്റ്റ് നമ്മുടെ എനിക്ക് തോന്നുന്നു മനസ്സിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇന്ന് മീഡിയയിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ഒക്കെ വളരെ സജീവമായിട്ട്. അപ്പൊ അങ്ങനെ ആ റോളാണ്
ഞാൻ ചെയ്തതാണ് ഫസ്റ്റ് സ്കിറ്റ്. അതെ. അപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ചെയ്യാറ്. അന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്നിലുള്ള ഒരു നടനുണ്ട്. അല്ല ഇതിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതല്ലേ, നമുക്ക് ഒന്ന് നമ്മുടെ കോളേജ് നമ്മള് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി കൈയടിക്കാൻ അവിടെ ഉണ്ടാവും. അതെ സത്യം. അപ്പൊ ഈ ചിയർ എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ആണല്ലോ, നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കിട്ടുന്നത് സ്റ്റേജിലാണല്ലോ. നമ്മൾ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് അറിയാനായിട്ട് ബാക്കി ഇപ്പൊ ഒരു റീൽ ഇട്ടാൽ പോലും അത് വെളിയിൽ വന്നിട്ട് അതിന്റെ ലൈക്കും ഷെയറും ഒക്കെ അറിയണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അപ്പോ ഓൺ ദ സ്പോട്ട് നമുക്ക് അറിയാം ആയോ ഇല്ലേ എന്നുള്ളത്, കൂവിയോ കൈയടിയോ എന്നൊക്കെ അറിയാം. ഓക്കെ, പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് പിന്നെ ഫസ്റ്റ് മൂവി അല്ലേ ലൈഫ് ഓഫ് ബ്യൂട്ടിഫുൾ? അല്ല, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അതായത് 2000-ലാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിൽ 40 പേരിൽ ഭാഗ്യത്തിന് 2 പേർക്ക് ഡയലോഗ് ഉള്ളൂ. അന്ന് മറ്റേ തിരിഞ്ഞ് നോക്കണ ഷോട്ട് കിട്ടിയവരെ അന്ന് വൈകുന്നേരം നിന്റെ ചെലവാണ് ആ രീതിയില് ക്ലോസിനൊക്കെ വേണ്ടി ഓടി നിൽക്കുകയാണ് നമ്മളല്ലേ. ആ മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഈ പറഞ്ഞ പോലെ പണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും വെച്ചാൽ പത്രത്തില് അല്ലെങ്കിൽ മാഗസിൻസിൽ പരസ്യം വരും. സെയിം ഓഡിഷൻ കോൾ തന്നെയാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ആ ഫോട്ടോ എഴുതി ഇന്റന്റിലാക്കി അയച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് അവര് തീരുമാനിക്കണം. ഞാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ഷോസ് കോളേജിലല്ലേ പഠിക്കുന്നത്. അപ്പൊ കോളേജിൽ നിന്ന് മറ്റേ ടോക്ക് ഷോസ് ഇതിനൊക്കെ പോവും, അതായത് ഗസ്റ്റ് ആയിട്ട് പോവും, മറ്റേ പാനലിൽ ഇരിക്കാനും ഇരിക്കാനും. അപ്പൊ ഇതിന്റെയൊക്കെ കട്ടിംഗ് ഒക്കെ വെച്ച് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ ആലപ്പുഴ റൈബറിൽ വെച്ചിട്ട് ഓഡിഷൻ ചെയ്ത് തന്നെയാണ്, പ്രോപ്പർ ഓഡിഷനിൽ കയറിയതാണ്. അങ്ങനെയാണ് 40 പേരിൽ. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതിലും കൂടുതലുണ്ടെന്നാ. മാത്രല്ല എനിക്കെപ്പോഴും തടിയുണ്ടല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ ഭയങ്കര മെലിഞ്ഞ ഒരാളായിരുന്നില്ല. ഒരിക്കലും വെട്ടത്തിൽ കണ്ട ആ രീതിയിലുള്ള അല്ല. ആ സമയം പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ എന്നെ ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമെന്ന് ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അത് ബീച്ചേട്ടൻ ഷാജിക്ക എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അങ്ങോട്ട് നടക്കുന്ന സമയം അപ്പൊ എല്ലാവരും ലോബിയിലുണ്ട്. ഈ ഓഡിഷൻ ഒന്നും എല്ലാവരും ലോബിയിൽ നിന്ന് പോയിട്ടില്ല, അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു അപ്പൊ എല്ലായിടത്തും നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നിട്ട് താഴെ വന്നിട്ടാണ് അവര് വിളിച്ചിട്ട് പോയി പറഞ്ഞ നിങ്ങൾ 2 പേര് വരും എന്ന് പറഞ്ഞ് എന്നെയും അന്നൊരു ആകേഷ് എന്ന് പറഞ്ഞ വേറൊരു ആളുണ്ട്. അപ്പൊ നമ്മളെ 2 പേരെയും കൊണ്ടുപോയിട്ട് ഫുള്ള് ഇത് ചെയ്ത് എന്നിട്ട് കോസ്റ്റ്യൂം ഇടിച്ചു. എന്നിട്ടാണ് ഫാസിൽ സാറിനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അപ്പൊ ഫാസിൽ സാറ് കോസ്റ്റ്യൂം കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആഗ്രഹിച്ച നടന്റെ ഒപ്പം തന്നെയാണ് പിന്നെ ഫസ്റ്റ് എൻട്രി. അത് ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് അല്ലേ. ഞാനിപ്പോ എനിക്ക് ഇപ്പോഴും എനിക്ക് ലാലേട്ടന്റെ ഒരു കോള് കിട്ടിയാലോ ഒരു മെസ്സേജ് കിട്ടിയാലോ ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. സോ സ്വീറ്റ്. ഓക്കെ, അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു പിന്നീട് വെട്ടാണ് ആക്ട് ചെയ്തത്. അല്ല, ഞാൻ അതിനിടയ്ക്ക് സൂര്യകാന്തി സീരിയൽസ് കുറെ ചെയ്തു, സീരിയൽ ചെയ്തു. നെട്ടോട്ടല്ലേ അഭിനയിക്കാനും പിന്നെ കിട്ടിയതെല്ലാം ചെയ്തിട്ടുണ്ട്. സൂര്യകാന്തില് കുറേ എപ്പിസോഡ്സ് ഓൾമോസ്റ്റ് മെഗാ സീരിയൽ അന്ന് ഒരു മെഗാ സീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടുംബം പോറ്റാം ആ രീതിയിൽ. അല്ലെ, പെട്ടെന്ന് ഒരു മൂവി പിന്നെ സീരിയലിലേക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ ആക്ടിങ് മെത്തേഡ് ഡിഫറെന്റ് ആണല്ലോ. ഇപ്പം സീരിയൽ ആയാലും അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനത് പഠിച്ചത് മുഴുവൻ മോഹൻദാസ് സാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് സൂര്യകാന്തി. ഫാസിൽ സാറിന് അവിടെ നമുക്കൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുക ഇത് ഫാസിൽ സാർ. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പറയട്ടെ, അത് ആ ഷോട്ട് ചെയ്യുമ്പോൾ പോലും അന്ന് ഈ ക്ലോസിൽ നമുക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതുകൊണ്ട് എന്റെ ഓപ്പോസിറ്റ് ശരിക്കും ജീത്തുവിനെ കൊണ്ടിരുത്തിയാണ് എന്റെ റിയാക്ഷൻ എടുത്തിട്ടുള്ളത്. അത്രയും കണ്ട് അന്ന് അവർ ഹെൽപ്പ് ചെയ്യും. കാരണം പുതിയ ആൾക്കാരെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യാൻ അറിയുന്നുള്ളതുകൊണ്ട്. എനിക്ക് 2 സീനല്ലേ ഉള്ളൂ അങ്ങനെ ഒരു പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടില്ല. പക്ഷെ ഈ സൂര്യകാന്തിയിലാണ് ഒരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കാം, ക്യാമറ നമ്മൾ ഇത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്യാമറയ്ക്ക് നമ്മൾ ഒരു ഫേസിങ് കൊടുക്കണം, ലൈറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യാതെ നിൽക്കണം എന്നൊക്കെ പഠിക്കുക. കാരണം ഒരു മെഗാ സീരിയലല്ലേ, എല്ലാ ദിവസവും ട്യൂഷൻ പോലെ പോകാമല്ലോ. അപ്പൊ അങ്ങനെ പഠിക്കുക. അത് ഭയങ്കര ക്ലോസസ് വെച്ചാണ് അവര് കളിച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ക്ലോസിൽ നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് ഇത്രയും വേണ്ട എന്നൊക്കെ ഉള്ളത് പഠിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. പിന്നീടുള്ള സിനിമയിലേക്കുള്ള വരവ് ഒരു പക്ഷെ ഡബിങ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് അതല്ലേ ഉള്ളു മാർഗം. കാരണം എനിക്ക് അറിയാവുന്ന ആൾക്കാര് ഒന്ന് നമ്മുടെ സന്തോഷ് ചേട്ടനുണ്ട്, നമ്മുടെ ഇപ്പം ഗുരുവായൂരുള്ള സന്തോഷ് ചേട്ടനുണ്ട്. സന്തോഷ് ചേട്ടൻ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ട്. പിന്നെ സുരേഷ് അങ്കിളാണ്. സുരേഷ് അങ്കിള് നമ്മുടെ മേനക സുരേഷ് കുമാർ, പിന്നെ സന്ദീപ് എന്റെ അടുത്ത ഫ്രണ്ട്. അപ്പൊ അങ്ങനെ അവരൊക്കെ ഉള്ളൂ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പോകാനും ഒക്കെ ആയിട്ട്. അപ്പൊ ബാക്കി എല്ലായിടത്തും എത്താനായിട്ട് ഒരു മാർഗം വേണമല്ലോ. അപ്പൊ ഈ മാർഗം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡബ് ചെയ്യുക. ഡബ് ചെയ്ത് കഴിയുമ്പോൾ സംവിധായകനോട് ചോദിക്കും, സാർ ഇതല്ല ഞാൻ അഭിനയിക്കുകയും ചെയ്യും എന്തെങ്കിലും. എന്റെ പാഷൻ അതാണ്, ഇതിന്റെ സൈഡ് വരുമാനം. അതാവുമ്പോ നമുക്ക് ഡയറക്റ്റ് ആക്സസ് അല്ലേ ഡയറക്ടറായിട്ട്. അങ്ങനെയാണ് ഗ്രാമഫോണിൽ ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് ഗ്രാമഫോണിലെ ഡബിംഗ് ആണ് നമ്മളിലോട്ട് എത്തിച്ചത്. കമൽ സാറിനെ മീറ്റ് ചെയ്തത്, കമൽ സാറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചതും ഒക്കെ അവിടെ വെച്ചിട്ടാണ്. ബാക്കി മൂവിയിലേക്ക് വരുന്നതിന് മുന്നേ BA ലിറ്ററേച്ചർ, ലോ അക്കാഡമി. അതെ വീട്ടുകാർക്ക് ഒരു പോലീസുകാരനാക്കണം, വീട്ടുകാർക്ക് ഭയങ്കര IAS ഓഫീസർ, സിവിൽ സർവീസ്. ഇവര് നമ്മളെ പറ്റി ഭയങ്കര ആവശ്യമില്ലാത്ത ചിന്തയൊക്കെയായിരുന്നു. ഇവര് വിചാരിച്ചു ഇവന് ഇത് വേറെ ഏതോ ലെവലിൽ പോകുന്നു വിചാരിച്ചത്. പഠിത്തത്തിൽ എങ്ങനെയാ വീട്ടുകാരെ? ആവറേജ് സ്റ്റുഡന്റ്. ഐ എം നോട്ട് ഭയങ്കര വലിയൊരു ഇതൊന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് പ്രൊവിഷൻ ജോലി കിട്ടിയിട്ടില്ല. സ്റ്റുഡന്റിന് ഒരു മെഡിസിന് സീറ്റ് കിട്ടുക അല്ല, അത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് ബാംഗ്ലൂർ പോയി നിൽക്കാൻ ഒരു കാരണം വേണമല്ലോ നമുക്ക്. ഈ കാലഘട്ടത്തിലായാലും നമ്മുടെ ഫസ്റ്റ് എസ്കേപ്പ് എങ്ങോട്ടാ? കേരളത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഫസ്റ്റ് എസ്കേപ്പ്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ നമ്മൾ പോയി ചെന്ന അന്ന് നമുക്ക് നോൺ റെസിഡന്റ് കർണാടക ഇറ്റ്സിന് സെപ്പറേറ്റ് എക്സാമും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് എഴുതിയപ്പോ എന്തൊക്കെയോ കൊണ്ട് അവിടെ ഒരു സീറ്റ് കിട്ടിയതാണ്. പക്ഷെ ഞാനവിടെ പഠിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അവിടെ വെച്ചിട്ട്. അതൊരു ഭയങ്കര ഫോർമേറ്റീവ് ഇയേഴ്സ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാതെ നടക്കുന്ന സമയങ്ങളാണല്ലോ. അപ്പൊ അല്ല, ഇപ്പൊ ഡിഗ്രി കാലഘട്ടത്തിലാണ് അച്ഛൻ മരിക്കുന്നത് അല്ലേ? പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഇൻകൺസിസ്റ്റൻസി അമ്മ പേടിച്ചിരുന്നു ഈ ഒരു ഉറപ്പല്ലേ? എന്ന് വെച്ചാല് ഇപ്പം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. അന്ന് എന്റെ ഒരു 18 എനിക്കത് പിടുത്തം കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്റെ ആഗ്രഹങ്ങളല്ലേ നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് ചിന്തിക്കുള്ളൂ. പക്ഷെ അമ്മയുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇവൻ സിനിമ, നമ്മള് നാട്ടിൽ പറഞ്ഞപ്പോഴും ഇവൻ സിനിമ കളിച്ച് ഇറക്കണമെന്നല്ലേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഇതായി പോവോ, വേറെ ഒന്നും കിട്ടാതെ പോവോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ എത്രയും വേഗം നാട് കടത്തുക. ദുബായ് ആയിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതൊരു ഭയങ്കര കൺസേൺ അല്ലേ. എനിക്ക് അനിയനുണ്ട്. അല്ല, എപ്പോഴെങ്കിലും മിഥുൻ ചേട്ടൻ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ അങ്ങനെ അമ്മയോട് എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം ഇതിന്റെ ഒരു ഫെയിം എല്ലാവരും ആസ്വദിക്കുമല്ലോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോ, ഇപ്പൊ സീരിയലാണെങ്കിൽ സീരിയലിന് കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റിയിൽ പോലും നമ്മളെ ആൾക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ആൾക്കാർ നമ്മളെ വന്ന് ഇത് കാണുമ്പോ അമ്മയ്ക്കും ആ പോപ്പുലാരിറ്റി അറിയാലോ. പക്ഷേ ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ. ശരിക്കും ഈ മാസം ഇത്രയും ഇതുണ്ടാക്കി അടുത്ത മാസം അത് തന്നെ വേണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു ആ ഇൻകൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് വറി ചെയ്തിട്ടുണ്ട്. അതാണ് എത്രയും വേഗം ഒരു ജോലി കണ്ടുപിടിക്കുക. ജോലി നമ്മളൊക്കെ ഞാൻ പറയും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഏറ്റവും വലിയ കാര്യം എന്താ, എത്രയും വേഗം ഒരു ജോലിയിൽ സെറ്റിൽ ആവണം എന്നുള്ളതാണല്ലോ. നമുക്ക് മറ്റേ മീഡിയ പാഷൻ ഒന്നും ഫോളോ ചെയ്യാനായിട്ട് സംഭവിച്ചത്. അനൂപ് മേനോന്റെ ഒരു റോളാണ്. അനുപേട്ടനടുത്ത് ഞാൻ പറഞ്ഞ അനുപേട്ടൻ അറിയുള്ളൂ. സൈഡിൽ കൂടെ പ്രിയദർശൻ സാറിന്റെ മൂവിയിലേക്ക് വെട്ടം അദ്ദേഹം ചോദിച്ചത് അനൂപ് മേനോന് വേണ്ടിയിട്ടാണ്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സൂത്രധാരൻ ഒന്ന് നമ്മുടെ സുരേഷ് കൃഷ്ണ, അസോസിയേറ്റ് ഡയറക്ടർ, ഭാരതീയമൊക്കെ ചെയ്ത, അച്ഛനാണെങ്കിൽ ഇഷ്ടമൊക്കെ ചെയ്ത അദ്ദേഹം, മേജർ രവി, പിന്നെ സന്ദീപ് സേനൻ. ഇവര് 3 പേരുമാണ് ഇതിന്റെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത്. കാരണം അതും ഞാൻ റൺവേ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് തന്നെ എഴുതുന്ന സിബി കെ തോമസ് ഉദയകൃഷ്ണയാണ് അവിടെ. അപ്പോ ഇത് രണ്ടില് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ നേരെ ചെന്ന് ഉദയേട്ടന്റെ അടുത്തൊക്കെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഉദയേട്ട ഇത് എന്താണ്, എനിക്കത് പ്രിയൻ സാറിന്റെ പടമല്ലേ, എനിക്കത് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ ജോസ് സാറിന്റെ പടം ചെയ്തോണ്ടിരിക്കുക, റൺവേ ചെയ്യണം. അപ്പം പറഞ്ഞു അവിടെ പക്ഷേ നാളെ വേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞു ഇവിടെ നാളെ വേണ്ടി വരുമോ? ഇവിടെയും നാളെ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റുക? എടാ അവിടെ പക്ഷെ നാളെ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെഡ്യൂൾ ബ്രേക്കാ, പിന്നെ നിനക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി. ഇവിടത്തെ സീൻ ഞാൻ മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉദയേട്ടനാണ് അത് ഹെൽപ്പ് ചെയ്യണത്. അതാ ഞാൻ പറഞ്ഞു എല്ലാവരും ഒരേപോലെ തീരുമാനിച്ചത് കൊണ്ടാണ് വെട്ടം നടന്നത്. അങ്ങനെയാണ്. എന്നിട്ട് അപ്പൊ ജോസ് സാറിന്റെ പടമല്ലേ, അപ്പം കിട്ടിയത് ഫസ്റ്റ് ടൈം അത്രയും വലിയൊരു ഡയറക്ടറിന്റെ കൂടെ. അപ്പൊ അത് ഭയങ്കര ഇതായിട്ട് കാര്യമായിട്ട് നിൽക്കുമ്പോഴാണ് അന്ന് രാത്രി ഇതേപോലെ നമ്മൾ ഈ പറയുന്ന ലേറ്റ് നൈറ്റ് നേരെ കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ, കോയമ്പത്തൂരിൽ നിന്ന് കാർ നേരെ എടുത്ത് ഊട്ടി പോവാണ്. നെക്സ്റ്റ് ഡേ അഭിനയിച്ചു. ആ ഒരു സീൻ മാത്രമേ ഇതൊന്നും ചെയ്തുള്ളൂ. അന്ന് 2 സീൻ മാത്രമേ ചെയ്തുള്ളൂ. അതില് ഒരു പ്രിയൻ സാറിന്റെ ഒരു വഴക്ക് കിട്ടിയ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനാണ് ഒരു കാരണക്കാരൻ. ഇന്നസെന്റ് ഏട്ടന് ഇപ്പൊ ആ സീൻ ഇപ്പോഴും എന്റെ ഭാര്യ മറ്റേ
ആൾക്കാരുടെ മറ്റേ പടത്തിലെ അബദ്ധങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എന്റെ അബദ്ധം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാൻ അതിൽ വരെയും അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നസെന്റ് ചേട്ടൻ ഈ സീനില് ഷോർട്ടിലാവുമ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറെ സാധനം ഇടും. റിഹേഴ്സൽ അത് ഇല്ലല്ലോ, നമുക്കത്ര എക്സ്പീരിയൻസ് ഉള്ള നടന്നല്ലോ. അപ്പൊ ഇത് കണ്ടാൽ ഇന്നസെന്റ് ചേട്ടൻ ചെയ്യണ കാര്യങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്ന സാധനങ്ങളല്ലേ. അപ്പൊ മറ്റേ നിനക്ക് സമാധാനം ഐലിഡി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗീതാ വിജയന്റെ ക്യാരക്ടറിന് കൊടുത്ത് ചോദിച്ചിട്ട് പോകുമ്പോ താൻ പോടോ എന്ന് പറയുമ്പോ പറഞ്ഞിട്ടൊരു ചിരി കറഞ്ഞിട്ട് പോണൊരു സാധനമുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ ബാക്കിൽ നിന്ന് വന്നിട്ട് പപ്പ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അപ്പൊ ഈ സാധനം ഞാൻ അതുവരെ എങ്ങാണ്ട് ഡാഡിന്നാ വിളിച്ചിട്ടുള്ളത്. പക്ഷെ ചീത്തവിളി കേട്ടത് അതിനല്ല. ചീത്തവിളി കേട്ടത് എന്താന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഞാൻ ചിരിച്ചുപോയി. ഞാൻ മറ്റേ ടെൻഷൻ അടിച്ച് എല്ലാവരും പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഒരു ഷോട്ടാണ്. അപ്പൊ അതിലത്രയും എന്റെ മൂഡ് വേറെയാണല്ലോ. ഇവിടെ ബാക്കിയെല്ലാം കോമഡി നടക്കണ്ടെങ്കിൽ എന്റെ മൂഡ് വേറെയല്ലോ. അപ്പൊ ആ സാധനത്തിൽ ഞാൻ പിടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു അത് ബ്യൂട്ടിഫുൾ ഷോട്ടാണ് നീ റിവ്യൂ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. അപ്പൊ അത് അടുപ്പിച്ചിപ്പോ 2 മൂവീസ് എന്ന് വെച്ചാൽ ദുബായിലേക്ക് കയറി പോകുന്നതിന് മുന്നേ രണ്ടും ദിലീപേട്ടന്റെ ഒരു ഗംഭീര പ്രൊജക്ടിലെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ ദിലീപേട്ടനായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ടിൽ നൗ എങ്ങനെയാണ്? ഇപ്പോഴും ഞാൻ ദിലീപേട്ടന്റെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഈ പറഞ്ഞ പോലെയാണ് സുഹൃത്ത് വലയത്തിന് ഭയങ്കരമായി വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് സൗഹൃദങ്ങൾക്ക്. അപ്പം ഈ സൗഹൃദ കൂടെ എല്ലാ ഉള്ള ആൾക്കാരെല്ലാവർക്കും വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോയി ചെന്ന് ചെയ്ത് അത് ഞാൻ പറഞ്ഞ അഡ്വർടൈസ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാരുടെയും കാര്യത്തിലായിട്ട്. അപ്പം പിന്നെ എനിക്ക് ബെൽസ് പാൽസി വന്ന് കിടന്ന സമയത്തും ദിലീപേട്ടൻ അപ്പം തന്നെ ഞാൻ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ജിദ്ദയിൽ ദിലീപേട്ടൻ്റെ കൂടെ ഒരു ഷോ ചെയ്തിട്ടാണ് ഞാൻ വന്നതിന് ശേഷമാണ് വന്നിട്ടൊരു 4-5 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടായത്. ഞാനിത് ആയെന്ന് അറിഞ്ഞ ഉടനെ എനിക്ക് രാത്രി എനിക്കൊരു കോൾ വരുന്ന ദിലീപേട്ടൻ എന്നിട്ട് പറഞ്ഞു നീ ഒന്നും അറിയണ്ട, എനിക്കൊരു ഡോക്ടറുണ്ട്, നിങ്ങളുടെ അവിടുത്തെ ചികിത്സക്കാരെന്നോട്ടെ ഞാൻ ഒരാളെ വിടുന്നുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഡോക്ടറെ വിട്ടു അവിടെ നിന്ന്. എന്നിട്ട് പുള്ളി വന്ന് നോക്കി ഇതൊക്കെ ചെയ്തു. എന്നിട്ട് പറയായിരുന്നു, അതായത് പറഞ്ഞു നിനക്ക് ഇതാവണ്ട, എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തു. ഫുൾ ടൈം ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ പുള്ളി തന്നെ വിളിക്കുകയോ ഒക്കെ ചെയ്യും. ആ ഒരു എപ്പിസോഡിൽ മുഴുവൻ ഈ മറ്റേ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ളത് ദിലീപേട്ടനായിട്ടാണോ? ഞാൻ പറഞ്ഞ നമുക്ക് ഡെഫിനറ്റ്ലി ഒരുപാട് അറ്റാച്ച്മെന്റ്, പക്ഷെ സൗഹൃദങ്ങളുടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരിക്കലും എനിക്ക് തോന്നുന്നു ചാക്കോച്ചനോ ജോജുവോ ടോവിനോയോ മഞ്ജു ചേച്ചിയോ ഒക്കെ ആയിരിക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാവുന്നത് അവർ തന്നെയായിരിക്കും. ഈ സൗഹൃദത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നൈല ഉഷ ഒരു ദുബായിക്കാരനാക്കി. ശരിക്കും നൈലയാണ് എന്റെ പേര് അവിടെ ഇത് പറഞ്ഞത്. ഞാൻ വെറുതെ ഇവിടെ സുഖമായിട്ട് സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോ എന്നെ പിടിച്ച് ദുബായി കൊണ്ടുപോയത് നൈലയാണ്. മറ്റേ ഞാൻ മിഥുചേട്ടൻ പറയണുണ്ട് താജ് ഹോട്ടൽ അന്ന് എറണാകുളം എന്ന് വെച്ചാൽ ഒരു പിക്നിക് ലാഘവത്തോടെ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞു എനിക്ക് പോകാനല്ലേ, വീട്ടുകാരുടെ നിർബന്ധമില്ലേ എന്ന് വെച്ചാല് ദുബായിൽ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സിറ്റുവേഷൻ, രക്ഷപ്പെട്ടു എന്നുള്ളത് ഓൾറെഡി. ഇതിന്റെ പ്രശ്നം എന്താന്ന് ഇവരാരില്ലോ അറിയുന്നോ. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരാളെ ദുബായിലേക്ക് കൊണ്ടുപോയി പേപ്പർ കട്ടിങ്സും വെച്ച് എല്ലാം വെച്ച് ഇത്രയും ഇൻഫ്ലുവൻസ് ശരിക്കും അത്. കാരണം വെച്ചാൽ അജിത് സാർ വന്ന് എന്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോ അജിത് സാറിന് മനസ്സിലായി ഇയാൾക്ക് ഇത് വലിയ താല്പര്യമില്ല. എന്നാൽ അജിത് സാർ ഓൾറെഡി എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ച് എല്ലാ സെറ്റ്, അതായത് അവിടത്തെ മറ്റേ കമ്പനിയുടെ അടുത്ത് ഇയാളെയാണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വിസയുടെ കാര്യം വരെ സെറ്റ് ആയി കഴിഞ്ഞപ്പോഴേ ഞാൻ ഉണ്ടല്ല, ഞാൻ ഫോൺ എടുക്കില്ല. അപ്പൊ എനിക്ക് കാരണം എന്ന് വെച്ചാൽ 2 പടം കഴിഞ്ഞിട്ടിരിക്കല്ലേ, അടുത്ത എന്തായാലും ബെറ്റർ ആയിരിക്കും കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ധാരണ ഇരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ സമയത്ത് സീരിയൽ നിർത്തി കേട്ടോ. എന്നിട്ട് എല്ലാവരും പറഞ്ഞു സിനിമ കിട്ടിയല്ലേ സീരിയൽ നിർത്തി. അപ്പൊ അതുകൊണ്ട് വീട്ടില് വരുമാനം നിന്നു. സിനിമയിലന്ന് നമുക്ക് എന്ത് കിട്ടാനാ. അപ്പൊ അങ്ങനെ അന്ന് രാവിലെ വെളിയിലിറങ്ങും, കറങ്ങും, വൈകുന്നേരം വന്ന് മറ്റേ ബാസ്കറ്റ്ബോൾ കളിക്കാൻ മറ്റേ കോട്ടി പോകും. അങ്ങനെ ഇത് ചെയ്തിട്ട് ആ ബാസ്കറ്റ്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ കോള് വരുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വണ്ടി എടുത്താണ് അങ്ങോട്ട് പോണേ. എപ്പോഴെങ്കിലും ഇപ്പം ഈ സ്റ്റേജ് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഇവന്റുകാരെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് മുൾമുനയിൽ നിർത്തിയിട്ടും ഇതിന് എവിടെയാ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ലേറ്റ് ആയതിന്റെ അതിനേക്കാൾ ഭയങ്കര രസമുള്ള ഒരു സാധനം പറഞ്ഞുതരാം. നമ്മുടെ ഫിലിം അവാർഡ്സ് ആദ്യമായി നമ്മൾ പുറത്ത് നടത്തിയല്ലോ, അതായത് പാലക്കാടും കണ്ണൂരും ഒക്കെ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അറിയാലോ. പിന്നീട് ഫ്ലവേഴ്സ് ഒന്ന് ഏറ്റെടുത്തപ്പോ ഉജാലയുടെ അല്ല, ഏഷ്യനെറ്റ് അല്ല, നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഫ്ലവേഴ്സ് ഒരു പ്രാവശ്യം ഏറ്റെടുത്തിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഫിലിം അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യേണ്ടത് ഞാനും അശ്വതിയും. അപ്പൊ ഞാനും അശ്വതിയും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വരുന്ന കാറ്
ഈ ഫിലിം അവാർഡ്സ് കാരണം ആ റോഡ് മുഴുവൻ ബ്ലോക്കാ. ഓക്കെ. അപ്പോ മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ തന്നെ കൊടുക്കണമല്ലോ, അവാർഡ് കൊടുത്തിട്ട് പോണ്ടേ. അപ്പൊ ഇത് ഉണ്ട്. അപ്പൊ അവിടുന്ന് വിളിയും എവിടെയാണ് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു, നമുക്ക് അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ കാറിലിരിക്കുകയാണ്, കാണാം ഇത് കാണാം, പക്ഷെ അങ്ങോട്ട് എഴുതിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കോളായി. ഇപ്പം പറഞ്ഞില്ല നമ്മളല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും കയറ്റി നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു 1 സെക്കൻഡ് എന്ന് പറഞ്ഞു. ഞാൻ അശ്വതി എടുത്ത് പറഞ്ഞു, അശ്വതി ഒരു കാര്യം ചെയ്യും, അശ്വതി പതുക്കെ വന്നാൽ മതി, കാരണം ഈ സാരിയൊക്കെ കൊടുത്ത് ഓടി വരാൻ പ്രയാസമായിരിക്കും. ഞാൻ ആ കോട്ടൊക്കെ ഇട്ട് ഓടി പോയി ചെന്നിട്ട് ആണ് സ്റ്റേജിലെടുത്തത്. അത് ദുൽഖറാണ് വിനായകന് അവാർഡ് കിട്ടിയ വർഷമൊക്കെയാണ്. അപ്പൊ ആ വർഷം അങ്ങനെ ഓടി വന്ന് ചെയ്യണത് അത് അല്ലെ, ഞാൻ പറഞ്ഞ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് അതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, ഈ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല എല്ലായിടത്തും ഓടിയെത്തണല്ലേന്ന് ചോദിച്ചു. മിക്കവാറും ഈ പറഞ്ഞതുപോലെ നമുക്ക് ദുബായ് ട്രാഫിക്കിലൊന്നും ഈ പറഞ്ഞ സമയത്തൊന്നും എത്താൻ പറ്റാറില്ല. പക്ഷെ ഒരുവിധം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹണി റോസിന്റെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാനവിടെ മറ്റേതാണ് കോ ഇനോഗ്രേറ്ററാണ്. ഞാന് നോക്കുമ്പോ ഫുൾ റോഡ് ബ്ലോക്കാ. അതായത് അതിന്റെ കാരണം എന്താ, ഹണി റോസിന്റെ ഇനോഗ്രേഷൻ ആണ്. ആ അഭൂഷകാര റോഡ് മുഴുവൻ ബ്ലോക്കായിട്ട് നമ്മളവിടെ എത്തണം. അവര് പറഞ്ഞു 8:30 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഐ മീൻ 7:30 ആണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇത് മാറ്റി 8:30 ആക്കി. 8:30ക്ക് എനിക്ക് ഈ അഭൂഷകാരന്റെ റോഡിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഈ ബ്ലോക്ക് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായിരുന്നാലും ഹണി റോസിനെ കയറ്റി ഇനോഗ്രേഷൻ ഒക്കെ നടക്കട്ടെ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തപ്പം അപ്പൊ അവർക്ക് പിന്നെ നമ്മളെ കൊണ്ടുപോകാം. ഫുൾ തിരക്ക് ജനങ്ങൾ. ഞാൻ ശരിക്കും അതിന്റെ ഇടയിൽ കൂടെ ആ വീഡിയോ കിടപ്പുണ്ട്, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഹണി റോസിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആലോചിച്ച് വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ലേറ്റ് ആവാറൊക്കെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഭയങ്കര ടൈം, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് പണ്ട് നൈലയൊക്കെ പറയുമായിരുന്നു, എനിക്ക് ഇത്രയും തിരക്കില്ലായിരുന്ന സമയത്ത് എന്താ ശരിക്കും പറയായിരുന്നു, ആ മിഥുനല്ലേ ആ കസേര ഇടുന്നതിന് മുമ്പ് അവ അവിടെ ഉണ്ടാവും എന്ന് പറയായിരുന്നു. അവരെനിക്ക് കസേരയൊക്കെ പിടിച്ചിടാനത്, കാരണം ഞാൻ നേരത്തെ എത്തുമായിരുന്നു. ഇതുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ക്ലെയിം എനിക്കില്ല. അവിടെ എത്തിയാ മതി കണ്ടു കഴിഞ്ഞാൽ ആശ്വാസമാവുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഏറ്റവും ചലഞ്ചോടെ അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ആ ഒരു സ്റ്റേജ് ഇവന്റ് ഏതും ആയിക്കോട്ടെ, അങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു ഷോ ഉണ്ട്? ഒന്നോ ഞാൻ കുറെ പറഞ്ഞുതരാം. എന്ന് വെച്ചാല് നമ്മള് ഒമാനിൽ ഒരു ഷോ ചെയ്യാണ്. അതായത് കമോൺ കേരളയുടെ ഷോ ആണോ അത് ഹാർമോണിയസ് കേരള ഏതോ ഒരു ഷോ ചെയ്യണം. അപ്പൊ ആ സമയത്ത് മാധ്യമം തന്നെയാണ്. ആ ഷോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോ തുടങ്ങി 1 സെക്കൻഡ്, അത് മനോജ് ചേട്ടൻ വന്ന് പാടി തുടങ്ങിയ ടൈമിൽ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, അതായത് ഈ 2 സ്പീക്കേഴ്സ് വച്ചേക്കുന്ന ഡയറക്ഷനിൽ ഈ 2 സൈഡിലുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പറ്റില്ല ഷോ. അതായത് അവരവിടെ നിന്ന് ബഹളം തുടങ്ങി, നമുക്ക് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചു പറഞ്ഞിട്ട്. അപ്പോ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് വന്നേക്കുന്ന ആൾക്കാർക്ക് ഒരു സൈഡിൽ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ സ്പീക്കേഴ്സ് ഒന്ന് തിരിച്ചു വെക്കാനും ഇതിനൊക്കെയുള്ള ടൈം വേണമല്ലോ. അപ്പൊ അതിന്റെ സമയം അത്രയും ഈ ആൾക്കാരെയും എൻഗേജ് ചെയ്ത് ഇത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമുക്ക് ഒരു മൈക്ക് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുകയും ഇത് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല 1 സെക്കൻഡ് പോലും ഗ്യാപ്പ് കൊടുക്കാൻ പാടില്ല. കാരണം ഒരാൾ വന്നിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 തവണ തബലയൊക്കെ കൊട്ടി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ കൂല് തുടങ്ങും. ഇതില്ലാണ്ട് സീംലെസ് ആയിട്ട്, അതായത് നമ്മളിപ്പോഴും പറയും വെടിയും പുകയായിരുന്നു ഷോ എന്ന് പറയുന്നത്, ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അബുദാബിയിൽ ഇതേപോലെ ഒരു ഷോ വന്നപ്പോൾ നമ്മള് ഫുൾ യൂസഫ് അലി സാറാണ് ചീഫ് ഗസ്റ്റ്. അപ്പം എന്താന്ന് വെച്ചാൽ മഴയാണ്, സിദ്ദിഖ് സാറിന്റെ അനുസ്മരണ യോഗവും കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോ മഴ ഓൾറെഡി നമുക്ക് സ്റ്റോം വാർണിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ചെയ്തിട്ട് മഴ യൂസഫ് അലി സാറ് അപ്പൊ നമ്മള് ഉള്ളത് എല്ലാവരും എക്യുപ്മെന്റ് ആണല്ലോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമുക്ക്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ എക്യുപ്മെന്റ് മുഴുവൻ ഇല്ലാണ്ടാവില്ല. അപ്പൊ എക്യുപ്മെന്റ് ഇത് ചെയ്തിട്ട് ഈ പോഡിയം ഇത് ചെയ്തിരുന്ന സാധനം ഉൾപ്പെടെ എല്ലാം ഇത് ചെയ്ത് വെച്ചേക്കുക. യൂസഫ് അലി സാറ് സംസാരിക്കണമെങ്കിൽ സാറിന് ഒരു ഇതുണ്ട്, ഒരു പോഡിയം. അത് പുള്ളിയുടെ വളരെ ഇതാ, കാരണം പുള്ളി അതിലാണ് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാന്ന്. അപ്പോ ഞാൻ ഇത് ചെയ്യണമല്ലോ. അപ്പൊ പുള്ളി സംസാരിക്കുക, കാരണം നമ്മൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പൊ പുള്ളിക്ക് പോഡിയമില്ല. അത് മൈക്ക് കൊണ്ടുവരും, സ്റ്റാൻഡുള്ള മൈക്ക് മതി. അപ്പൊ ഞാൻ പറഞ്ഞ സത്യം മറ്റേ പാട്ടുകാർ പാടുന്ന സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡിലോട്ട് ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ മൈക്ക് പിടിച്ചു കൊടുത്തു. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വേണ്ട, സ്റ്റാൻഡ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സ്റ്റാൻഡൊക്കെ എടുത്ത് പൂട്ടി വെച്ചേക്കാല് മറ്റേ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ഫുള്ള് മറ്റേ കവർ ചെയ്തൊക്കെ വെച്ചേക്കാണ്. അപ്പൊ അതെല്ലാം പിന്നെ എടുത്തുകൊണ്ട് വന്നപ്പോ അതുവരെ നമ്മൾ എൻഗേജ് ചെയ്യണമല്ലോ. അത് മഴയത്ത് ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരെ ഇത് ചെയ്യുന്ന. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻ. ജാം ഗ്രാബ് എന്ന് പറഞ്ഞ ഷോയിന് നമ്മള് ഏതാണ്ട്
സിംഗേഴ്സ്. അത് ഞാൻ നൈലയെ ഹോസ്റ്റ് ചെയ്ത്. ഓക്കെ. ആ സമയത്ത് ഫുൾ ആൾക്കാരെ മഴയത്ത് തലയിൽ മറ്റേ കസേരയും പിടിച്ചു ഷോ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു.